കുഞ്ഞ് ഹായ് പറയൂ എന്ന് പറഞ്ഞ അപ്പം ഹായ് പറയും കേട്ടോ. നല്ല അനുസരണയുള്ള കുട്ടിയാണ്. ഞങ്ങളിത് എങ്ങോട്ടാണ് പോകണമെന്ന് അറിയോ? ഡേ കെയറിലോട്ടാണ്. ആളെ സുന്ദരക്കുട്ടപ്പനാക്കിയിട്ട് നമ്മൾ മൂന്നാളും കൂടി അങ്ങനെ നമ്മുടെ നടത്തം സ്റ്റാർട്ടായിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് നടക്കാനുണ്ട്. തണുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷീണമൊന്നും വരില്ല കേട്ടോ. എനിക്ക് വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കാനും ഇങ്ങനെ ഭയങ്കര ആംഗിളിലൊക്കെ പല ആംഗിളിലൊക്കെ വെച്ചെടുക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അവിടുന്ന് ഇപ്പോൾ വന്നിട്ട് ഒരാഴ്ചയായി. ഞാൻ ഇപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ. ഓണ വഴിയിൽ കണ്ട മരങ്ങളൊക്കെ കണ്ടപ്പോൾ നാട്ടിലെ അമ്പലങ്ങളിലുള്ള ആൽമരമില്ലേ, അതിങ്ങനെ മഞ്ഞ കളറായി വിൻ്റർ കാലമായ എങ്ങനെ ഉണ്ടാവും ആ ഒരു അനുഭൂതിയായിരുന്നു എനിക്ക് കണ്ടപ്പോൾ. അവൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ചേച്ചി അവനെ ഡേ കെയറിലോട്ട് കൊണ്ടുപോയി. ഞങ്ങൾ പോയില്ല, ഇനിയിപ്പോൾ ഞങ്ങളെ കണ്ട് കരയണ്ടെന്ന് വെച്ചിട്ട്. അപ്പോഴേക്കും തന്നെ ആളുടെ മുഖമൊക്കെ വാടി, പിന്നെ അവിടെ എത്തി കരഞ്ഞു എന്നാണ് പറഞ്ഞ്. പിന്നെ ആ വിഷമം മാറ്റാനായിട്ട് ഞാൻ കുറച്ച് ബബിൾസ് ഊതി കളിച്ചു. കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഞാൻ ബബിൾസ് കൊണ്ടുവന്നു. പക്ഷെ ഒന്നും സക്സസ്ഫുൾ ആയില്ല. എനിക്ക് ആ കഴിവ് കുറവായിരുന്നു. ഞങ്ങളിനി തിരിച്ച് വീട്ടിലോട്ട് പോകണം. ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട്. പോണ വഴിയിൽ കണ്ടതാണ് ആപ്പിൾ മരം. അങ്ങനെ ഫസ്റ്റ് ടൈം ഞാനിങ്ങനെ കൊലയായിട്ട് ആപ്പിൾ മരത്തിൽ നിൽക്കണത് കണ്ടു കേട്ടോ. നാട്ടിൽ മാവിൻ്റെ ചുവട്ടിൽ മാങ്ങ വീണ് കിടക്കണ പോലെ എത്ര ആപ്പിൾസ് ആയിരുന്നു അറിയോ. നമുക്ക് പക്ഷെ ഒന്നും എടുക്കാൻ പറ്റില്ല, അത് വേറൊരാളുടെ മരമായിരുന്നു. ജസ്റ്റ് വീഡിയോ എടുക്കുക, പോവുക, അത്രേ പറ്റുള്ളൂ. കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുള്ളതുകൊണ്ട് ഞങ്ങളൊരു കടയിൽ കയറി പുറത്തിറങ്ങിയതും ഇതാ മഴ. ഇതാണ് അവിടുത്തെ അവസ്ഥ. പിന്നെ മഴ വലിയ മഴയൊന്നും ഇല്ല, ഭയങ്കര പെരുമഴയൊന്നും പെയ്യില്ല കേട്ടോ ഇവിടെ. ജസ്റ്റ് ഇങ്ങനെ ചാറ്റൽ മഴയും പിന്നെ നല്ല കാറ്റും നല്ല തണുപ്പും അങ്ങനെയാണ്. ഹാലോവിൻ കഴിഞ്ഞിട്ടുള്ള മത്തനൊക്കെ വീടുകളുടെ പുറത്തിങ്ങനെ കാണുമായിരുന്നു. എല്ലാം കളറ് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീടെത്തിയിരിക്കുകയാണ്. ടാറ്റാ ബൈ ബൈ.